ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സോയാ ചങ്ക്സ് മസാലക്കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് സോയാ ചങ്ക്സ് ആണ്. അപ്പോൾ വളരെ കുറച്ച് എടുത്താൽ മതി. ഇത് കുതിർന്ന് വരുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇതിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് 3 എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു വലിയ സവോള, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നതിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് വേണ്ടുന്നത്. ഇനി ഇതിലേക്കുള്ള മസാല പൊടിച്ചെടുക്കാനായിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 മണി ചെറിയ കുരുമുളക്, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയ പട്ട. മസാലക്കറികളൊക്കെ വയ്ക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനെപ്പോഴും മസാല അപ്പം തന്നെ പൊടിച്ചാണ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുക്കാം. നമുക്ക് സോയാ ചങ്ക്സ് തിളപ്പിച്ച വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കണം കുതിർക്കാനായിട്ട്. ഇപ്പം നല്ല ചൂടുവെള്ളത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലയൊന്ന് വറുത്തെടുക്കണം. പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ മസാലയിട്ട് ഏകദേശം 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ മസാല പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കളറൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സോയാ ചങ്ക്സ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. നമുക്കിതൊന്ന് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. നല്ല മാക്സിമം എത്രത്തോളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാമോ അതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് നമുക്ക് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അരയ്ക്കേണ്ട, ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മുന്നേ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് ബേ ലീഫും കുറച്ച് മസാലയുടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വലിയ ജീരകമാണ്, പെരുംജീരകം, കൂടാതെ 2 കറുവപ്പട്ട, 2 ഏലക്ക. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് എണ്ണയിലൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ തീ കുറച്ച് വെച്ചാൽ മതി. ഇൻഡക്ഷനിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗരം മസാല ആദ്യമേ പൊടിച്ച് ചേർക്കുന്നതും അത് കൂടാതെ ഇതിൽ മസാല ഇടുന്നതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണില്ല. നിങ്ങളിങ്ങനെ പൊടിച്ച് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിലൊന്നും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ തന്നെ നല്ലൊരു കളറിൽ നമുക്ക് നമ്മുടെ മസാല തയ്യാറായി കിട്ടും. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ നീര് കൂടെ ചേർത്താൽ മതി. തക്കാളി അരച്ചത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ല റെഡിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. സോയാ ചങ്ക്സ് ചേർത്ത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. സോയ ചങ്ക്സിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതായിട്ട്. എനിക്കിപ്പോൾ ഒരു മീഡിയം ഗ്രേവിയിൽ മതി. അതുകൊണ്ട് ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നല്ലൊരു ടേസ്റ്റും മണമൊക്കെ നമ്മുടെ കറിക്ക് കിട്ടും. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സോയ ചങ്ക്സ് മസാലക്കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ല്. ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.